അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അംബാസഡർ 800 ആയി. അംബാസഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും 800. അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലമാവാൻ പാടുള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും 7 ഡയലോഗാണ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത്. വെറും 7 ഡയലോഗ്. ദേഷ്യമാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ വളരെ ദേഷ്യമാണ് വരുന്നത്. കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നതാണ്. അഹങ്കാരം എന്ന് പറയുന്നത് പൃഥ്വിരാജാണെങ്കിൽ ഏവനാണ്. അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം. പിന്നെ മോഹൻലാലിന്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര്യവൻ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണം. ഈ വേട്ടവാളിന് എന്താ പറയുന്നത് വെച്ചാല്, ഞാൻ മോഹൻലാലിന്റെ ഫാനാണ്, ഞാൻ മരിക്കാൻ വരെ റെഡിയാണ്. ഇപ്പം പറയുന്നത് ഉള്ളതാണോ എനിക്കറിയില്ല. എടാ വേട്ടവാളിയാ, ഏതെങ്കിലും ഒന്ന് പറ. ആദ്യം ഒന്നാമത് പറയുന്നു 7 ഡയലോഗ് എന്ന്, രണ്ടാമത് പറയുന്നു 5 ഡയലോഗ് എന്ന്. നീ ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. വേട്ടവളിയ. എടാ വേട്ടവളിയ, നിനക്ക് നിന്റെ സ്വന്തം പേര് തെറ്റ് കൂടാണ്ട് പറയാൻ പറ്റുമോ? ഇത്ര വലിയ ക്യാൻവാസിൽ ഏത് മലയാള പടമുണ്ട്? പൃഥ്വിരാജിന് മാത്രം സാധിക്കുന്ന ഒന്ന്. നെഗറ്റീവ് കമന്റ് കണ്ട് സിനിമ കാണാത്തവർക്ക് നഷ്ടം. ആദ്യം സിനിമ കാണാൻ പോകുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഫ്രീ ആയി പോയി കണ്ടു നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എടാ വേട്ടവളിയ, നിനക്ക് ഇതേമാതിരി ഒരു പടം ചെയ്യാൻ പറ്റുമോ? ഒരു വേട്ടവളിയെങ്കിൽ പൃഥ്വിരാജിനോട് ദേഷ്യം എന്തിനാണെന്ന് അറിയില്ല. മലയാള സിനിമയുടെ നല്ല കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അവിടെ കണ്ടത് തീവ്രവാദം, ലഹരി, ഒരു ചീഞ്ഞ രാഷ്ട്രീയം, ഇതൊക്കെ അവിടെ കണ്ടത്. തുടക്കത്തിൽ 1-2 സീനുകൾ എന്റെ മക്കളിരുന്ന് കാണുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ബാക്കിലിരുന്ന് വിഷമിച്ചു പോയി. സത്യം പറഞ്ഞു, ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നല്ല കഥകൾ, നല്ല ആശയങ്ങളും പറഞ്ഞു കൊടുക്കട്ടെ. ഈ വെടിവെപ്പും ഈ ഹെലികോപ്റ്റർ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ പിള്ളേർക്ക്? നല്ല വിഷമത്തോടെ ഞാൻ പറയുന്നത്. ഇതൊക്കെയാണോ എന്റെ 2 ആമക്കളെയും കൊണ്ട് ഞാൻ സിനിമയ്ക്ക് വന്നത്? ഇതാണോ എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അവന്റെ നിർബന്ധത്തിനാണ് ഞാൻ വന്നത്. അതേ രാഷ്ട്രീയം, മയക്കുമരുന്ന്, ഇതൊക്കെയാണോ എന്റെ 2 ആമക്കളെയും കൊണ്ട് ഞാൻ സിനിമയ്ക്ക് വന്നത്? സത്യമായിട്ടും എനിക്ക് ആദ്യത്തെ സീനിൽ 1-2 സീൻ എന്റെ ആമക്കൾ ഇരുന്ന് കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം ഇടിഞ്ഞ് എണീറ്റ് പോകാൻ വരെ നോക്കി. എനിക്ക് നല്ല നെഞ്ചു വേദന വരെ എടുത്തു. ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് നല്ല വിഷമമുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല സിനിമ കാണിക്കേണ്ട സമൂഹത്തിൽ. മോഹൻലാലിന്റെ നല്ല സിനിമകൾ കണ്ട്, കിലുക്കം, ചിത്രം, എന്ത് നല്ല സിനിമകൾ. ഒരു പ്രൊമോഷന്റെ ആവശ്യമില്ല. അത് ഞങ്ങൾ തിയേറ്റർ നിറഞ്ഞിരുന്ന 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു പ്രാവശ്യം കണ്ട് ആരെങ്കിലും ഒരിക്കൽ കൂടെ ഈ സിനിമ കാണുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. എന്നെ പോലെയുള്ള അമ്മമാരും കുടുംബിനികളും കാണും. ഈ അമ്മക്കാണെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് വേദന. ചേച്ചി, ഇത്രയും പ്രായമായില്ലേ, കുറച്ച് ബോധത്തോടെ സംസാരിക്കും. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരംശം മാത്രമാണ് സിനിമയിൽ കാണിക്കുന്നത്. ചേച്ചിക്ക് മക്കളെയും കൊണ്ട് ഈ സിനിമ കാണാൻ പേടിയാണെങ്കിൽ ഇതെല്ലാം നടക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ചേച്ചിക്ക് ഒരു അവാർഡ് തരണം. ചേച്ചി പോയിട്ട് കാണില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾ 10 വർഷം പോയി കാണും. അത്രയ്ക്കും നല്ല പടമാണ്. പിന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എമ്പുരാന് മൂവി കാണുമ്പോൾ എണീച്ചു പോവാമായിരുന്നു. അത്രേ ഉള്ളൂ. ചേച്ചിനോട് ആരെങ്കിലും പറഞ്ഞോ ആൺമക്കളെ കൊണ്ട് സിനിമ കാണിക്കാൻ? സിനിമയെ സിനിമ ആയി തന്നെ കാണണം. ചേച്ചിൻ്റെ മക്കൾ ഈ പടം കണ്ട് വഴി തെറ്റിയാൽ അത് ചേച്ചി വളർത്തിയതിൻ്റെ കുഴപ്പമാണ്. ചേച്ചിൻ്റെ 2 ആൺകുട്ടികൾക്ക് കൊച്ചു TV കാണിച്ചു കൊടുക്ക്, പിന്നെ ഉപ്പുമോൾക്കും കാണിച്ചു കൊടുക്ക്, പിന്നെ ചേച്ചിയും കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.